ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫോം ഷീറ്റിൻ്റെ ജാസ്മിൻ പൂ ഉണ്ടാക്കാൻ എനിക്കൊരാഗ്രഹം. അപ്പോൾ ഫോം ഷീറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. A4 സൈസാണ്, ഇഴുകിയ ഫോം ഷീറ്റാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു അച്ച് തപ്പി, എന്നുവെച്ചാൽ നമ്മൾ ക്ലേ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റെൻസിലായിരുന്നേ. അപ്പോൾ ഇത്തിരി വലുതാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനി തേപ്പോട്ടിയിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തേപ്പോട്ടി അത്യാവശ്യം മീഡിയം ചൂടിൽ വെച്ചാൽ മതി. അപ്പോൾ ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. പൂവിൻ്റെ സൈസ് കൂടിപ്പോയി. പിന്നെ എന്നാ ചെയ്യണത്, നമ്മൾ വെട്ടിപ്പറച്ച് പോയില്ലേ. നമ്മൾ പൂക്കൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഗ്ലൂ ഗൺ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പെറ്റൽസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് കിട്ടും. ചെറുതായിട്ടൊന്ന് ഞെക്കി ഒന്ന് അപ്പത്തേട്ടൊക്കെ തിരിച്ച് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ്. ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് കഴിഞ്ഞ് അതൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ റോൾ ചെയ്തില്ല, ചെറിയൊരു കഷ്ണം ഒന്ന് മടക്കി ഒന്ന് ഗ്ലൂ ചെയ്തെടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിൻ്റെ തണ്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വലുതായിപ്പോയി. നമുക്കിപ്പോൾ മുല്ലപ്പൂവിന് ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഉള്ളിൽ ചെറുതായി ഒരു 2 ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഒരു കോർത്തിടാൻ പറ്റില്ലല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്കൊരു മോഡലിനെയൊക്കെ കിട്ടിയായിരുന്നു, പക്ഷേ മോഡൽ സഹകരിക്കുന്നില്ല ഗൈസ്. ഞാൻ അതുകൊണ്ട് ഒരു ചെറിയ ഹെയർ ബാൻഡ് ഉണ്ടാക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രതിഫലം പുള്ളിക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് തല്ലിപ്പൊളിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പോണതാണ് നമ്മളീ കാണുന്നത്.